ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നോർമലി നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസിനേക്കാളൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചൊന്നും ഇടാൻ പറ്റൂല. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ക്രിസ്പി ആയി കിട്ടുമല്ലോ, ബ്രെഡ് ഇങ്ങനെ എണ്ണയിൽ മൂത്ത് വരുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ക്രിസ്പി ആയി കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ട് ഒന്ന് എല്ലാ ബ്രെഡിൻ്റെ പീസും അതേപോലെ അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊടിയാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാനിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്താ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ചൊന്ന് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കാഷ്യൂ നട്ട്സ് കേട്ടോ. അതിനുശേഷം സവാളയും ക്യാപ്സിക്കവും തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സവാളയും തക്കാളിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചെറിയൊരു പീസ് ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ആ ഒരു മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അത്രയ്ക്കേ വേണ്ടുള്ളൂ, കുറച്ച് മതിയാകും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കേട്ടോ, ഒരു 1/4 ഗ്ലാസ് അത്രയ്ക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിന്റെ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ഒന്നും ഉടയാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി മിക്സ് ആക്കി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങ നീരിന്റെ പകുതി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഇതിൽ പെട്ടിട്ടില്ല. അപ്പൊ ആ ഒരു പുളിപ്പും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഈ ഒരു ബ്രെഡ് കഴിക്കാൻ നല്ല ക്രിസ്പി ഒന്നും അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയ സമയത്ത് നല്ല ക്രിസ്പി ആണെങ്കിലും ഈ ഒരു മസാലയിൽ ഇട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ആ ഒരു മധുരവും എരിവും പുളിയും എല്ലാം കൂടി ചേരുന്ന സമയത്ത് ഒരു നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും വീട്ടിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക്. രാവിലെയോ വൈകുന്നേരത്തോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്സ് എന്തായാലും കമന്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.